കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. ട്രാവലിങ്ങിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയാമോ? പ്ലാനിങ്ങിൽ ഒന്നുമില്ലാത്ത സർപ്രൈസ് സ്പോട്ടായിരിക്കും. അതിൽ ഞങ്ങളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സാമ്പിളാണ് കേട്ടോ ഈ വാട്ടർ പാർക്ക്. കോൺവാൾ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻസിന് മിസ്സായി പോകുന്ന 2 സ്പോട്ടിലാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. നമ്മുടെ മാപ്പിൽ ഇതൊന്നും മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. പിന്നെ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ചോദിച്ചവരോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല, ഞാൻ അത് നോട്ട് ചെയ്യാനും വിട്ടുപോയി. കാരണം യാത്രക്കിടയിൽ കണ്ടു നിർത്തി എൻജോയ് ചെയ്തു, അതാണ് സംഭവിച്ചത്. എന്തായാലും കോൺവാളിൽ നിന്ന് ലാൻഡ്സെൻഡിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടതാണ് കേട്ടോ ഇത്. എന്തായാലും അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ അത് അങ്ങനെയാണ്, നമ്മൾ പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ ഇരട്ടി മധുരമായിരിക്കും. ഞങ്ങളത് ശരിക്കും അനുഭവിച്ചറിഞ്ഞു കേട്ടോ ഞങ്ങളുടെ ഈ യാത്രയിൽ. ഈ പ്ലേസൊക്കെ നമ്മളെക്കാട്ടിലും കൂടുതൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്നത് കുട്ടികളായിരിക്കും. അവരൊക്കെ ഫുൾ ഹൈപ്പർ മോഡായിരുന്നു. സ്പ്ലാഷും ജംപ്സും സ്വിമ്മിങ്സും ഒക്കെ ആയിട്ട് ഒരേ ഫണ്ണ്. ഇതൊക്കെ കണ്ടിട്ട് ഒരു പോയിന്റിൽ ഞങ്ങൾ തന്നെ ചിന്തിച്ചു, സന്തോഷിക്കാനായിട്ടൊക്കെ ഏജ് ലിമിറ്റൊക്കെ ഒരു റീസൺ ആണോ? അല്ലെന്നേ, അവസരം കിട്ടുമ്പോഴൊക്കെ അങ്ങ് എൻജോയ് ചെയ്യുക. സ്ട്രെസ് അടിച്ചുള്ള നമ്മുടെയൊക്കെ ലൈഫിൽ ഇതുപോലുള്ള റിലാക്സേഷനൊക്കെ അത്യാവശ്യമാണേ. ഈ ഒരു ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശവും അതൊക്കെ തന്നെയായിരുന്നു. 0 ടെൻഷൻ, ഫുൾ ഫണ്ണ്. ഇനി എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊല്ലും ഞാൻ. നിങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞു ഇല്ല, ഞാൻ ഇനിയും എന്നെ ഞാൻ ഉണക്കാൻ. അവള് ഉണക്കാൻ മധ്യ വെയിലത്തിട്ട് കണ്ട അവള് മധ്യ വെയിലത്തിട്ട് ഉണക്കും അവളെ. എന്ത് എന്റെ കൊച്ചിന്റെ എന്ത് ട്രൗസറല്ലേ അങ്ങ് ഊരി തന്നേക്കാം. ടീഷർട്ട് അത് ഞാൻ ഊരി കൊടുത്തിരിക്കും. ഞാൻ ഊരി കൊടുത്തിരിക്കും. എനിക്കൊന്നും വേണ്ട. അങ്ങനെ ഞാൻ ആ അപമാനം ഏറ്റുവാങ്ങി അടുത്ത സ്പോട്ട് എത്തിയിട്ടാ വാട്ടർ പാർക്ക് എക്സിറ്റ് ചെയ്തു. ഐ തോട്ട് ഇറ്റ്സ് ഓവർ. പക്ഷെ അതൊരു ട്രെയിലർ മാത്രമായിരുന്നു. ഞങ്ങളുടെ ഈ ട്രിപ്പ് തന്ന അടുത്തൊരു സർപ്രൈസ് ആയിരുന്നു ട്രയാൻ ബീച്ച്. ഒരു റിയൽ ഇംഗ്ലണ്ട് സമ്മർ നമുക്കിവിടെ കാണാൻ പറ്റും. ഞങ്ങളുടെ ജേർണിയുടെ അടുത്തൊരു ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു സ്പോട്ട്. ഇവിടെ നമ്മൾ ഒരു ഇന്ത്യൻസിനെയും കണ്ടില്ല. കംപ്ലീറ്റ് ഒരു ബീച്ച് ഡൊമിനേഷൻ. അങ്ങനെ ഉള്ള സൺസ്ക്രീം എല്ലാം വാരി തേച്ച് ഞങ്ങൾ റെഡിയായി. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? ഭാഗ്യം ഒരു ഓട്ടോറിക്ഷ വരുന്നു. ഓട്ടോറിക്ഷ കയറിയിട്ട് ജീപ്പിനെ പിടിക്കാം. ഇതെന്താന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായവർ കമന്റ് ചെയ്യട്ടാ. എന്തൊരു ശാന്തമായ നടത്തം. ഈ പാവങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ വെള്ളത്തിൽ ഇറങ്ങിയപ്പം. എല്ലാത്തിൻ്റെ തനിക്കുണം കാണിച്ച് കാലേ പിടിച്ച് വലിക്കലും പുറകിൽ നിന്ന് തള്ളലും, ചുരുക്കം പറഞ്ഞ കൊല്ലാതെ കൊല്ലുക. തനി ഒരു ടിപ്പിക്കൽ മല്ലൂസ്. Just me and you. Sandy beaches, waves so high. Summer love, let's touch the sky. Dance, dance in the summer heat. Feel the rhythm, move your feet. Sun and sand, so sweet. Summer days can't be beat. Heart trees sweat. Look at this ബീച്ച് ഹൗസ് സെറ്റപ്പ്. ടെൻറ്റ്, BBQ, വൈന്, ഫുൾ ചില്ല്. ബേസിക്കലി ഇത് ഒരു വീടിൻ്റെ ബാക്ക് യാർഡ് പോലെ. നമുക്ക് പറയുമ്പോൾ ബീച്ച് പിക്നിക്ക്, ഇവർക്ക് ഇത് ലൈഫ് പിക്നിക്കാണ്. ബട്ട് ഈ ഡേ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ ആയിരുന്നു. അഡ്വഞ്ചർ, സ്പ്ലാഷ്, ബീച്ച് ഇതെല്ലാം ഒരുമിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലേ? എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ. ചേട്ടാ ചേട്ടാ കാട്ടോർമ്മ ചേട്ടാ. അവർക്കൊക്കെ ഓരോ പ്രശ്നമാണെങ്കിൽ എൻ്റെ പ്രശ്നം ഇതായിരുന്നു.
வாழ்க்கை என்பதை മൂഞ്ചി 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 മൂഞ്ചിയിൽ ഞാൻ ഇപ്പുറത്തെ സൈഡിലും. ഒരു മുയലിനെ പിടിക്കാൻ പോയിട്ട് ചെറുതായിട്ടൊന്ന് മൂഞ്ചിയെങ്കിലും ഇതെവിടെയാന്നല്ലേ നിങ്ങൾ നോക്കുന്നത്. എങ്ങനെയുണ്ട്? നല്ല വിശപ്പും നല്ല ഉറക്കവും വരുന്നുണ്ട്. ടെന്റ് വൈബ്സ് പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. ടയർഡ് ബോഡീസ്, ഐസ് ഹാഫ് ക്ലോസ്ഡ്, പക്ഷെ അറ്റ്മോസ്ഫിയർ ഒന്നും പറയാനില്ല, സൂപ്പർ. ഞങ്ങളിത് Booking.com വഴിയാണ് ഈ സ്ലോട്ട് എടുത്തത്. പെർ നൈറ്റ് 160 പൗണ്ട് ആയിരുന്നു. മുൻകൂട്ടിയൊക്കെ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചീപ്പായിട്ടൊക്കെ കിട്ടും. ഒരു 5 പേർക്ക് സുഖമായിട്ട് നമുക്ക് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാം. ട്രയാനൻ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ ടെൻറ്റ് കിട്ടിയത്. ഒരു 2 minutes വാക്ക്, അത്രേ ഉള്ളൂ. ബീച്ചിൽ ഫണ്ണൊക്കെ കഴിഞ്ഞ് നേരെ ഇവിടെ വന്ന് നമ്മൾ കുളിച്ച് ഫ്രഷൊക്കെ ആയി. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹോംലി ഫുഡും കൂടെ കഴിച്ചപ്പം സെറ്റ്, നമ്മൾ ഫുള്ളായി. ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയണത്. ഇനി ഇതിൻ്റെ അകവും കൂടെ കാണിച്ചു തരാമേ ഞാൻ. അത് നീ എന്തെങ്കിലും കവർ കൊണ്ടുപോയിക്കോ. നിങ്ങൾ ഏത് ഡ്രസ് ഇരിക്കണേ ഇല്ല. ടോയ്ലറ്റിന്റെ കോഡ് C2. ടെൻറ്റിലെ രാത്രി കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ ചുറ്റിന് മുയലും ക്യാമ്പ് ഫയറും, കൊള്ളാം, ഒരു വ്യത്യസ്ത അനുഭവം. എന്റെ റൈബൻ ഗ്ലാസ് എന്റെ കാല് പിടിക്കാനായിട്ട് ഇത്രയും പോഷൊന്നും വേണ്ട. എന്റെ റൈബൻ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ച് ഇപ്പൊ കാലിന്റെ വിട്ടു. പിറ്റേ ദിവസം അവിടെ നിന്ന് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചോട്ടാ. അതിനുള്ള കിച്ചണും ഫെസിലിറ്റിയും എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ കൊണ്ടുപോയാൽ മതി. ഇവിടുന്ന് ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകാനുണ്ട് കേട്ടോ. സോ കൊണ്ടുവന്ന നൂഡിൽസൊക്കെ വെച്ച് നമ്മൾ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. അപ്പൊ ഞങ്ങളെല്ലാം പാക്ക് ചെയ്തു. ഇനി അടുത്ത് എങ്ങോട്ടേക്കാ? നീ വീട്ടിൽ പോയിക്കോ, ഞങ്ങള് ലാൻഡ്സെന്റ് പോയിട്ട് വരാം. അങ്ങനെ കുറച്ച് വെറൈറ്റി അനുഭവങ്ങളും നല്ല മെമ്മറീസ് ഒക്കെ ആയിട്ട് നമ്മൾ ലാൻഡ്സെന്റിലേക്ക് പോവാണ് കേട്ടോ. ഈ പ്ലേസ് കോൺവാളിലെ വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. അറ്റ്ലാന്റിക് സമുദ്രത്തോടൊപ്പം തന്നെ മാസീവായിട്ടുള്ള ക്ലിപ്സും ഡ്രാമാറ്റിക് സീ വ്യൂസും കിട്ടുന്ന ഒരു സ്പോട്ട്. ഹിസ്റ്ററിയും നാച്ചുറൽ ബ്യൂട്ടിയും മിക്സ് ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് കോൺവാളിൻ്റെ ഫേമസ് ലാൻഡ്മാർക്കാണ്. നല്ല ക്ലിയർ വെതർ ഉള്ള ടൈമിൽ നമുക്ക് ഇവിടെ നിന്ന് വെയിൽസും അയർലൻഡും ഒക്കെ കാണാൻ പറ്റും.
ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് അടുത്ത വിശപ്പിനുള്ള ടൈമായി. പൊറോട്ടയും ബീഫും തപ്പി നടന്ന ഞങ്ങൾക്ക് കിട്ടിയത് ചൈനീസ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഉള്ളതുപോലെ ഓണം, നമുക്ക് വയറ് നിറച്ചാൽ മതിയല്ലോ. അകത്ത് കയറിയപ്പോൾ ഫുൾ കളർഫുള്ള്, വെള്ളയും ചുവപ്പും. ഇതെന്ത് ഇത് കല്യാണപ്പന്തലും. സാമ്പാർ സപ്ലയർ ഇത്തിരി സാമ്പാർ താങ്ങി. നീ എന്തിനാ ഇപ്പൊ കയറിയിരുന്നത്? ഞങ്ങൾ ചെക്കൻ്റെ ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കേണ്ടത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ? അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തുകേട്ടോ. എന്തൊക്കെയോ ഓർഡർ ചെയ്തു. എനിക്ക് വലിയ തൃപ്തി തോന്നിയില്ലെങ്കിലും ഫ്രണ്ട്സൊക്കെ ഭയങ്കര ഹാപ്പി. അങ്ങനെ അതും കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു ആർബറും കണ്ടാസ്വദിച്ച് ഞങ്ങളുടെ 3 days ട്രിപ്പ് ഇവിടെ അടിച്ചു പൊളിച്ച്. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.